മക്കളെ, സ്നേഹാമസാണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഹിന്ദി ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യത്തെ നമ്മുടെ 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഹിന്ദി പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് മിസ് പറയാം. എന്തായാലും അക്ഷരമാല മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. അക്ഷരമാല തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. എന്നാൽ മാത്രമേ വൃത്തിക്ക് നമുക്ക് ഹിന്ദി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അക്ഷരമാല പഠിച്ചതിന് ശേഷം മാത്രമേ മക്കൾ എങ്ങോട്ടേക്ക് കിടക്കാവൂ, നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലേക്കൊക്കെ കിടക്കാവൂ കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് പോയിക്കോട്ടെ, പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വായിക്കണം. ഈ അക്ഷരമാല വെച്ചിട്ട് ഇത് വായിക്കാൻ വേണ്ടി പഠിക്കണം. കുഞ്ഞു കുഞ്ഞു അർത്ഥങ്ങൾ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു അർത്ഥങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ 5ാം ക്ലാസ് എന്ന് പറയാറുണ്ട്, അയ്യോ മിസ്സേ ഹിന്ദി അറിയത്തില്ല, ഹിന്ദി ബുദ്ധിമുട്ടാണ്, ഹിന്ദി ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് മിസ്സിന് അറിയാം. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ ക്ലിയർ ആവും. ക്ലിയർ ആവാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് മക്കൾ ടെൻഷൻ അടിച്ച് പഠിക്കാൻ പാടില്ല. ഹിന്ദി ഇഷ്ടത്തോടെ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, നമുക്ക് ടോമി ഓർമേ എന്ന് പറയുന്ന നമ്മുടെ ഒരു പാഠം ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ നീതുമോളുടെയും പില്ല അല്ലെ, പില്ല വെച്ച് എന്താണ്, നായക്കുട്ടിയായിരുന്നു അല്ലേ. നായക്കുട്ടി അല്ലെങ്കിൽ പപ്പിയുടെയും ഒരു കഥ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു സംഭവമായിരുന്നു ഈ ടോമി ഓർമേ എന്ന് പറയുന്നത് അല്ലേ. ടോമി എന്ന് പറയുന്ന നായക്കുട്ടീനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മക്കൾക്ക് എക്സാമിന് വരിക എന്നുള്ളതാണ് പ്രത്യേകത. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ച് വ്യത്യാസമാക്കി ചോദിക്കുന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വരുത്തി ചോദിക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നാണ് പറഞ്ഞു വരുന്ന മിസ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ശരിക്കും എഴുതാൻ പറ്റത്തില്ല കേട്ടോ. എഴുതി പഠിക്കണം, എല്ലാ കാര്യങ്ങളും എഴുതി തന്നെ പഠിക്കണം. എന്നാലേ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ കാര്യങ്ങളൊക്കെ എഴുതാനും പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ടോമി ഓർമേ എന്ന് പറയുന്ന പാഠത്തിൽ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു നമുക്ക് ഓർമ്മയില്ലേ? മേ നീതു ഹും എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ. ഞാൻ നീതു ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാ അറിയോ, നിങ്ങൾ സ്വന്തമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പറയും. അപ്പോൾ മക്കൾ എന്ത് പറയും? മേ, ഇപ്പോൾ കുട്ടൂസനാണെങ്കിൽ മേ കുട്ടൂസൻ ഹും, മേ സ്നേഹ ഹും, മേ ലുട്ടാപ്പി ഹും, മേ എന്താണ് ഭീം ഹും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേര് എഴുതിയിട്ട് ഹും ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് മക്കൾ എന്തായാലും പഠിക്കണം. മേം എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളതാണ്. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യുന്നു, മക്കളുടെ നെയിം ഇവിടെ എഴുതുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹും ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ നെയിം പറയാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ പറയാം. ഹിന്ദിയിൽ നമ്മുടെ നെയിം നമ്മൾ ഇങ്ങനെയാണ് പറയാം, മേ നീതു ഹും, മേ സ്നേഹ ഹും, മേ കുട്ടൂസൻ ഹും. ഹും ഇട്ട് കൊടുക്കണം, മേ ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. ഇത് എഴുതി പഠിച്ചോണം എൻ്റെ മക്കള്. നമ്മുടെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് എന്താണ്, ഹിന്ദി വെറുതെ പറയുന്ന സമയത്തും എന്താണ്, നമുക്ക് ഹിന്ദിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, പേര് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ വളരെ കുറേ തവണ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത് എന്ന് പറയുന്നത്. ഒന്നുമില്ല, പിക്ചർ തന്നിട്ട് മക്കളോട് എന്ത് പറയും, ഇതെന്താണ് ചെയ്യുന്നത് എന്ന് വാക്യത്തിൽ സെന്റൻസ് ആക്കി എഴുതാൻ വേണ്ടി ചോദിക്കും. നോക്കുക, സെന്റൻസ് ആക്കി എഴുതാൻ വേണ്ടി ചോദിക്കും. നോക്കിക്കേ, ഇവിടെ മക്കൾക്ക് അറിയാം, മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ നായക്കുട്ടി ഉറങ്ങുന്നു, നായക്കുട്ടി ഭക്ഷണം കഴിക്കുന്നു, നായക്കുട്ടി കളിക്കുന്നു. അപ്പം മക്കൾ എന്തൊക്കെ പഠിക്കണം? ഉറങ്ങുന്നു എന്നുള്ളതിന് ഹിന്ദിയിൽ എന്ത് പഠിക്കും? അതേപോലെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിന് ഹിന്ദിയിൽ എന്ത് പറയും? അതേപോലെ കളിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. നോക്കിക്കേ, മിസ് പറഞ്ഞു തരാം. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഹിന്റ് തന്നെ തന്നതാണ്. പില്ല എന്ന് വെച്ചാൽ എന്താണ്, നായക്കുട്ടിയാണ് നമുക്കൊക്കെ അറിയാം അല്ലേ. പില്ല സോതാഹേ എന്ന് വെച്ചാൽ എന്താ അറിയൂ, ഉറങ്ങുന്നു എന്നുള്ള അർത്ഥമാണ്. പില്ല എന്ന് വെച്ചാൽ എന്താണ്, നായക്കുട്ടിയാണ്, പപ്പിയാണ്. നായക്കുട്ടി എന്ത് ചെയ്യുന്നു, ഉറങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. സോതാഹേ എന്ന് വെച്ചാൽ എന്താണ്, ഉറങ്ങുന്നു. ഇനി കുട്ടൂസനാണ് ഉറങ്ങുന്ന വെച്ചാൽ മക്കൾ എന്ത് പറയും? ഒരു ആൺകുട്ടി കേട്ടോ, ഒരു ആൺകുട്ടീനെ തന്നിട്ട് ആൺകുട്ടി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും, ലടുക്ക സോതാഹേ എന്ന് എഴുതും. അല്ലെങ്കിൽ അപ്പു എന്ന് പേര് തന്നിട്ട് അപ്പു സോതാഹേ എന്ന് പറയും. അതായത് ഉറങ്ങുന്നു എന്ന് ഏതൊരു സാധനത്തിന് വെച്ച് തന്നാലും ഉറങ്ങുന്നു എന്നുള്ളതിന് നമ്മൾ സോതാഹേ എന്നാണ് പറയാ. ഉറങ്ങുന്നു എന്നുള്ളതിന് എന്താ പറയുന്നത്, സോതാഹേ. അത് ആലോചിച്ച് വെച്ചോളാം. ഇനി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയാ, ഖാതാഹേ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഇത് വായിക്കുന്നത് ശ്രദ്ധിക്കണേ. ഖ എന്ന് വായിച്ചു പോയത് ഖ എന്നുള്ള സൗണ്ടാണ്. ഇത് ഇവിടുന്ന് സൗണ്ട് എടുക്കണം കേട്ടോ മക്കള്. ഖാതാഹേ എന്നാണ് പറയുന്നത്. പില്ല ഖാതാഹേ എന്ന് വെച്ചാൽ എന്താണ്, നായക്കുട്ടി എന്താ ചെയ്യുന്നത്, നായക്കുട്ടി ഭക്ഷണം കഴിക്കുന്നു. നോക്കിക്കേ, കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അർത്ഥം. ഓക്കെ, ഇനി കളിക്കുന്നു, നായക്കുട്ടി കളിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ എഴുതും? പില്ല, നോക്കിക്കേ, പില്ല
സോ ഖേൽതാഹെ എന്ന് എഴുതുമല്ലേ നമ്മൾ പില്ല, ഖേൽതാഹെ, ഖേ ഘ എന്നുള്ള സൗണ്ട് കേട്ടോ. ഖേൽതാഹെ എന്ന് വെച്ചാൽ കളിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. നായക്കുട്ടി എന്ത് ചെയ്യുന്നു? നായക്കുട്ടി കളിക്കുന്നു എന്ന് എഴുതി. ഈ കളിക്കുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു, ഈ 3 ആൾക്കാർ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. നമ്മുടെ എക്സാമിന് ഇടയ്ക്ക് ഇത് വന്ന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മക്കളോട് എന്ത് പറയും? ചിത്രത്തേക്കേ, ചിത്രം നോക്കൂ എന്നിട്ട് എഴുതാൻ വേണ്ടി തരും. പില്ല എന്ന് പറയുന്ന നായക്കുട്ടി എന്ന് പറയും. എന്നിട്ട് ഒരു ഡാഷ് ഇട്ടിട്ട് മക്കളോട് ഹേ ഇട്ട് തരും. ഇത് കണ്ടിട്ട് മക്കൾ പറയണു ഇത് ഗാത്താഹി ആണോ, സോത്താഹി ആണോ, അല്ലെങ്കിൽ എന്താണ് ഖേൽതാഹി ആണോ എന്നുള്ളത് മക്കൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഓരോന്നിനും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, ഓരോന്നും എന്താണെന്ന് മലയാളത്തിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ നായ്ക്കുട്ടൻ കളിക്കുകയാണോ? അല്ല, കളിക്കുന്നതിന് നമ്മൾ ഖേൽതാഹി എന്നാണ് പറയുക. അപ്പം അതല്ലാതെ തെറ്റാണ്. പിന്നെ നമ്മുടെ നായക്കുട്ടൻ ഉറങ്ങുകയാണോ ചെയ്യുന്നത്? പില്ല ഉറങ്ങുകയാണോ ചെയ്യുന്നത്? അല്ല, ഉറങ്ങുന്നു എന്നുള്ളതിന് നമ്മൾ സോത്താഹെ എന്നാണ് പറയുക. അതും അല്ല. അപ്പം ആ സോത്ത എന്ന് പറയുന്നത് നമ്മൾ വെട്ടിക്കൊടുത്തു. പിന്നെ നമ്മുടെ ആൻസർ എന്താണ് നോക്കിക്കേ? ഖാത്താഹെ, കഴിക്കുന്നു എന്നുള്ളതാണ്. മക്കൾ എന്ത് ചെയ്യുന്നു? ദേ ഇവിടെ ഖാത്ത എന്ന് എഴുതി വെക്കുന്നു. അപ്പം മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടും, വെരി ഗുഡ് കിട്ടും, നന്നായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ. അപ്പം ശ്രദ്ധിച്ചേ, ഇങ്ങനെയാണ് ഖാത്താഹെ, സോത്താഹെ, ഖേൽതാഹെ എന്ന് പറയുന്ന ഈ 3 ആൾക്കാരെയും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. അതേപോലെ തന്നെ മിസ് വേറെ കുറച്ച് സാധനം കൂടി പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. നോക്കിക്കേ, പഠിത്താഹെ. ഇത് മക്കൾ നോട്ട് ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ എവിടെയെങ്കിലും എഴുതി വെക്കുക കേട്ടോ. പഠിത്താഹെ എന്ന് വെച്ചാൽ എന്താ അറിയോ? പഠിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പഠിക്കുന്നു. ഓക്കെ. രോത്താഹെ എന്ന് വെച്ചാൽ എന്താ അറിയോ? രോത്താഹെ, കരയുന്നു എന്നുള്ള അർത്ഥമാണ്. കരയുന്നു. ഓക്കെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഈ 2 എണ്ണം തൽക്കാലം പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ഭാഗത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ 2 എണ്ണം കൂടി മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചു കളയണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന ഒരു ഭാഗമാണ് രോത്താഹെ, പഠിത്താഹെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ 2 കാര്യം കൂടി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മിസ്സിനുണ്ടല്ലോ എന്താണ്? അമ്മു കരയുന്നു. മക്കൾ കമന്റ് ചെയ്യണം. അമ്മു എന്ത് ചെയ്യുന്നു? അമ്മു അല്ല, നമുക്ക് അപ്പു ആയിക്കോട്ടെ അല്ലേ. അപ്പു എന്ത് ചെയ്യുന്നു? കരയുന്നു എന്നുള്ളത് ഹിന്ദിയിൽ മക്കള് എങ്ങനെ എഴുതും എന്നുള്ളത് ഒന്ന് എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.